ശ്രീ ഷാബു പ്രസാദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം അത് BJP-ക്ക് ഗുണമാവുകയാണെന്ന് പാണക്കാട് തങ്ങൾ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. BJP പറഞ്ഞതാണെങ്കിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം CPM നടത്തുന്ന മുസ്ലിം പ്രീണനമാണെന്ന്, ആ നയം മാറ്റുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു വശത്ത് വരികയും ചെയ്യുന്നു. BJP പറയുന്നത് CPM മനസ്സിലാക്കുന്നു, കേൾക്കുന്നു, അങ്ങനെ വിലയിരുത്തണോ ഇപ്പോൾ? BJP പറയുന്നത് CPM കേൾക്കുന്നു എന്നുള്ളതല്ല, അവർ ചില യാഥാർത്ഥ്യബോധങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏകദേശം ഒരു 10-15 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഇവരുടെ പാലക്കാട് പ്ലീനത്തിന് ശേഷം, ഈ മുസ്ലിം സമുദായത്തില് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടാക്കാനുള്ള വളരെ തീവ്രമായ, വളരെ വലിയ ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. അവർ അതിന് വലിയ ഒരളവോളം വിജയം കണ്ടിട്ടുമുണ്ട്. അതാണ് 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ഒക്കെ. കാര്യം ആ ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിലൊരു സർക്കാർ തുടർന്നു പോകുന്നത് ഈ 2021 തെരഞ്ഞെടുപ്പിലാണ്. അതിലൊക്കെ കണ്ടതാണ് കാര്യം. വലിയ തോതിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇവർക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. എന്നാൽ ഈ മുസ്ലിം സമുദായം അവർ ഒരു സംശയത്തോടു കൂടിയാണ് കാര്യം ഈ മുസ്ലിം സമുദായം ഇവരെ എന്നും കണ്ടിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇവരുടെ ചരിത്രം അങ്ങനെയാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവർ എന്നൊരു വർഗമുണ്ട്, ഒരു ഇമേജ് അവർക്ക് പൊതുവെ ഉണ്ട്. പക്ഷെ അവർക്ക് വേറെ നിവൃത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസിന് ഇവിടെ അടിത്തറ നഷ്ടപ്പെടുന്നു, ഇന്ത്യയിൽ അടിത്തറ നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPM മാത്രമേ ഉള്ളൂ, അറ്റ്ലീസ്റ്റ് കേരളത്തില്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ആ വോട്ടുകളാണത്. എന്നാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവര് വളരെ വിജയകരമായിട്ടൊരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിൽ ബാന്ധവമാണ്, അവർ തമ്മിൽ രഹസ്യധാരണയാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസ് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ആ നറേറ്റീവിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഞങ്ങളാണ് BJP-ക്കെതിരെ ഏറ്റവും ശക്തമായി ഫൈറ്റ് ചെയ്യുന്നത്, CPM അല്ല. കാര്യം കഴിഞ്ഞ കുറെ കാലമായിട്ട് ആരാണ് വലിയ BJP വിരുദ്ധർ, ആരാണ് വലിയ സംഘപരിവാർ വിരുദ്ധർ എന്ന ഒരു മത്സരം ഈ LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്നു. അത് കുറെ കാലമായിട്ട് LDF അതിൽ വിജയിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ എന്തോ ഒരു ബാന്ധവമുണ്ട്, എന്തോ ചില രഹസ്യധാരണകളുണ്ട് എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിലും ആ നറേറ്റീവ് പ്രചരിപ്പിക്കുന്നതിലും കോൺഗ്രസ് UDF ഒരു പരിധിവരെ, നല്ലൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പിന്നെ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ബ്ലോക്കായിട്ട് ശക്തമായ രീതിയിൽ വിശ്വസിക്കാവുന്ന ഒരു അടിത്തറ ലഭിക്കണമെങ്കിൽ അതിന് മുസ്ലിം ലീഗിനെ തന്നെ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ. ആ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാനുള്ള ശ്രമം ഇവർ കുറെ കാലമായിട്ട് നടത്തുന്നുണ്ട്, വളരെ കാലമായിട്ട്. പക്ഷെ അത് വിജയിച്ചില്ല. മുസ്ലിം ലീഗ് കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ജനകീയമായ രീതിയിൽ മാസ്സായിട്ടുള്ള സപ്പോർട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുകയുമില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ഇതെല്ലാം കൂടി വർക്കൗട്ട് ആയതിന്റെ ഒരു റിസൾട്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഈ രണ്ട് കക്ഷികളും, ഈ രണ്ട് പാർട്ടികളും ഹിന്ദു വിരുദ്ധരാണ് എന്ന ഒരു ധാരണ ഇവിടെ പൊതുവെയുള്ള സാധാരണ ഹിന്ദുക്കളിൽ വളരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതും പിന്നെ നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രഭാവം, ഇതെല്ലാം കൂടി ചേർന്നാണ് BJP-ക്ക്. അതായത് ആ ഒരു നയമാറ്റമാണ് CPM-ന്റെ നേതാക്കന്മാരുടെ പ്രസ്താവന പിറകിൽ. ആ ഒരു നയമാറ്റമാണ്. അത് വിജയരാഘവന്റെ പ്രസ്താവനയിൽ മാത്രമല്ല, ഈ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രസ്താവനയെല്ലാം ആ നയമാറ്റമാണ്. അതെ, ആ ഒരു നയമാറ്റം തന്നെയാണത്. ആ നയമാറ്റം തന്നെ. ഞങ്ങളാണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിലെ ഹിന്ദു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളാണ് ഞങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നതിന്റെ ആദ്യ ചുവടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഇനി നോക്കിക്കോളൂ. കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഇവർ തുടർച്ചയായി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ, ഹിന്ദു സെന്റിമെന്റ്സിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും നയങ്ങളും CPM തുടർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രസ്താവനകൾ, അവരുടെ നേതാക്കന്മാർ, ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഉണ്ടാവില്ല, ഉറപ്പിച്ചു പറയാം.
ഉറപ്പ് ശബരിമല പ്രക്ഷോഭകാലത്ത്, ശബരിമല ഇഷ്യൂവിന്റെ കാലത്താണെങ്കിലും ഓരോ സമയത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദു സെന്റിമെന്റ്സിനെ കുത്തി നോവിക്കുക എന്നുള്ളത് ഈ CPM-ന്റെ ഒരു പാർട്ടി നയം തന്നെയായിരുന്നു. അവരത് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് അപർണ എഴുതി വെച്ചോളൂ. കുറേശ്ശെ ക്രമേണ അടുത്ത 2026 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ പോകുന്ന പാർട്ടി എന്ന ഇമേജ് അവർ സിസ്റ്റമാറ്റിക്കായിട്ട് വളർത്തിയിടും. സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള കുറെ ഈ ഹിന്ദു ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട്, ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്ന സ്വയം അഭിമാനിച്ച് നടക്കുന്ന അവരുടെ വരെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇവർക്ക് കിട്ടും. ഈ BJP കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല. സത്യത്തിൽ CPM ആണ് ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന നറേറ്റീവ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയപ്പെടുന്നു, ശരിക്കും ഞാൻ വിചാരിക്കുന്നു അതിൽ അവർ വിജയിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാബു പ്രസാദ്, ഞാനും താങ്കളുടെ വിലയിരുത്തലുകൾ കൃത്യമായ പോയിന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ N. ശ്രീകുമാർ, അതായത് ഒരു